ഹായ് ഓൾ, ഇന്ന് നമ്മളൊരു പാസ്തയാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കുന്നത്. ഇന്ന് സാറ്റർഡേ ആണ്, അപ്പോൾ ക്ലാസ് ഒന്നുമില്ല. ഒരു പാക്കറ്റ് പാസ്തയുടെ ഇത്രയും റെഡിയാക്കാനായിട്ട് എടുക്കുന്നുണ്ട്. ബാക്കിയുള്ള പാസ്ത ഞാൻ ഒരു ടിന്നിലാക്കിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. വൈറ്റ് സോസ് പാസ്തയാണ് റെഡിയാക്കാമെന്ന് വിചാരിക്കുന്നത്. ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഒരു വൈറ്റ് സോസ് പാസ്ത റെഡിയാക്കണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പാസ്ത തിളപ്പിക്കാനിട്ടിട്ടുണ്ട്. ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ട് ഇടണ്ട കേട്ടോ. ഇതിൽ വൈറ്റ് സോസ് ആയതുകൊണ്ട് നമ്മൾ വേറെ മസാലകളൊന്നും ചേർക്കണില്ല. ഉപ്പും പെപ്പർ പൗഡറും മാത്രം പരട്ടിയിട്ടാണ് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്നത്. പാസ്ത ഇത് നന്നായിട്ട് തിളക്കണുണ്ട്. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തില്ലെങ്കിൽ അതൊന്ന് ഇങ്ങനെ പിടിക്കും. പിന്നെ ഈ വെള്ളത്തിൽ ഉപ്പും ഓയിലും ചേർത്തിട്ടാണ് കേട്ടോ ഞാൻ പാസ്ത തിളപ്പിക്കാൻ വെച്ചേക്കുന്നത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊന്ന് നമ്മുടെ കൈ അങ്ങോട്ട് ചെല്ലണം. അപ്പോൾ ഞാൻ ഒന്ന് ഇളക്കി കൊടുക്കണുണ്ട്. അപ്പോഴേക്കും ചിക്കൻ ഫ്രൈ ചെയ്യാനിട്ടത് ഒരുവിധമായിട്ടുണ്ട്. നമുക്കതൊന്ന് മറിച്ചും തിരിച്ചൊക്കെ ഇട്ട് കൊടുക്കാം. ഒരുപാട് മുരിയിക്കണ്ട, ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടിയാൽ മതി. ഇത്രയും വെജിറ്റബിൾസാണ് നമ്മൾ എടുത്തേക്കുന്നത്. പിന്നെ ചിക്കൻ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, ഒരു പാത്രത്തിലേക്കാക്കി. പാസ്ത അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട്. പാസ്തയും നമുക്കൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം കേട്ടോ. നെക്സ്റ്റ് നമുക്ക് വൈറ്റ് സോസ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടി പാൻ വെച്ചിട്ട് ഓയിൽ ഒഴിച്ച് അതിലേക്ക് കുറച്ച് ബട്ടർ ഒഴിക്കണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുള്ളത് ഞാൻ നല്ലോണം തൂത്തിട്ടിട്ടുണ്ട്. അതിലേക്ക് ഗാർലിക് ചെറുതായിട്ട് അരിഞ്ഞത് ഒന്ന് ഇട്ട് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് ഇളക്കി ആ ഒരു പച്ചമണം മാറണ വരെയും ഒന്ന് മൊരിയണ വരെയും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതൊന്ന് മൊരിഞ്ഞ് വരുമ്പോൾ അതിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ മൈദ ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അത് ചെറുതായിട്ടൊന്ന് കട്ട പിടിക്കും, എന്നാലും നമ്മൾ നിർത്താതെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതൊന്ന് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഒരു 2.5 ഗ്ലാസ് പാല് നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ. പാല് ചേർക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നന്നായിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കണം, അല്ലെങ്കിൽ അതിങ്ങനെ കട്ട പിടിച്ച് പോകും. പാല് കുറച്ചായിട്ട് ഒഴിച്ച് കൊടുത്തുകൊണ്ടിരിക്കുക. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇത് കട്ട പിടിക്കാതെ നന്നായിട്ട് കിട്ടും. അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും പെപ്പർ പൗഡറും ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പെപ്പർ പൗഡർ ഞാൻ കുറച്ച് അധികം ഇട്ടു കേട്ടോ. വേറെ മസാലയൊന്നും നമ്മൾ എരിവിനായിട്ട് ചേർക്കണില്ലല്ലോ. അപ്പോൾ കുറച്ച് പെപ്പർ പൗഡറും കൂടി ഉണ്ടെങ്കിലാണ് അതിൻ്റെ ടേസ്റ്റ്, ഉണ്ടെങ്കിലാണ് ഒരു എരിവ് കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എരിവിൻ്റെ നോക്കിയിട്ട് നമ്മൾ ഇട്ടാൽ മതി. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി നന്നായിട്ട് തിളച്ചൊരു ക്രീമി ആകുമ്പോൾ അത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. പിന്നെ ആ പാനിൽ തന്നെയാണ് ഞാൻ വെജിറ്റബിൾ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചിക്കൻ പൊരിച്ച ഓയിലിൽ കുറച്ച് ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് പാനിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് വെജിറ്റബിൾ അരിഞ്ഞ് വെച്ചത് ഇട്ട് കൊടുക്കാം. സവാളയും ക്യാപ്സിക്കം, ബീൻസ്, പിന്നെ ക്യാരറ്റ് ഇവിടെ കട്ടയായിട്ട് അരിയണത് ഇവന്മാർ വേണമെങ്കിൽ നമ്മൾ കൊടുക്കുമ്പോൾ ആ ക്യാരറ്റ് പെറുക്കി മാറ്റി വെക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്താണെന്ന് വെച്ചാൽ ഗ്രേറ്റ് ചെയ്തിടുള്ളൂ. എല്ലാത്തിലും അങ്ങനെ ഇടുള്ളൂ കേട്ടോ. അപ്പോൾ ഇവർ കഴിച്ചോളും. അപ്പോൾ നമുക്ക് ഈ വെജിറ്റബിൾ ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കണം. അതിലേക്കും നമ്മൾ കുറച്ച് സാൾട്ടും പെപ്പറും ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഒരു ഹാഫ് കുക്കായിട്ട് എടുത്താൽ മതി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അത് ഹാഫ് കുക്കാകുമ്പോഴേക്ക് വേവിച്ച് വെച്ചാണ് ചിക്കനൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ചെറുതായിട്ടൊന്ന് ജാറിലടിച്ചാൽ പൊടിഞ്ഞു പോകും. അപ്പോൾ ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾ കുക്കായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ കട്ട് ചെയ്ത് വെച്ചാണ് പീസ് ഇട്ട് കൊടുക്കാം. ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ചൂടാകുമ്പോഴേക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന വൈറ്റ് സോസ് ആഡ് ചെയ്ത് കൊടുക്കാം. അത് ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അത് ഒന്ന് തിളക്കണ വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് പാസ്ത ആഡ് ചെയ്യാം. എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടി സോസ് ഞാൻ റെഡി ആക്കേണ്ടിയിരുന്നു. ഞാൻ എടുത്ത പാസ്തയുടെ ഒരു അളവ് വെച്ചിട്ട് കുഴപ്പമില്ല, നമുക്ക് നെക്സ്റ്റ് ടൈം അത് റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ ഫസ്റ്റ് ടൈം അല്ലേ. അപ്പോൾ അതേ പാസ്ത നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഒരു ക്രീമി പാസ്ത ആയിട്ട് വന്നിട്ടുണ്ട്.
എന്നാൽ കുറച്ചുകൂടി ജ്യൂസി ആയിരുന്നെങ്കിൽ നന്നായിനെന്ന് എനിക്ക് തോന്നി. നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് നന്നായിട്ട് ചൂടാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് വിചാരിച്ച പോലെ ഒരു ജ്യൂസി പാസ്ത അല്ലെങ്കിലും ഒരു ക്രീമി പാസ്തയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സെർവ് ചെയ്യാം. ടേസ്റ്റ് അടിപൊളിയായിരുന്നു, ബട്ട് സോസ് കുറച്ച് കുറഞ്ഞു പോയി. അപ്പോൾ ഇതാണ് എൻ്റെ ഫസ്റ്റ് ടൈം വൈറ്റ് സോസ് പാസ്ത. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് സപ്പോർട്ട്. അപ്പോൾ ഓക്കെ, താങ്ക് യു.